എല്ലാവർക്കും നമസ്കാരം. കണ്ടില്ലേ, ഇന്നും രാവിലെ മഴയാണ് കേട്ടോ. തീരുന്ന ലക്ഷണമൊന്നുമില്ല. മഴയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണെങ്കിലും അടുക്കളയിൽ കയറിയാലല്ലേ ബാക്കി വിശേഷങ്ങൾ അറിയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. രാവിലത്തെ ഭക്ഷണത്തിന് വേറെ ഒന്നും നോക്കിയില്ല. നല്ല ചൂട് ഇടിയപ്പവും പിന്നെ കട്ടിക്കൊരു ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കി. ഈ തണുപ്പുള്ള സമയത്ത് ഇതിലും മികച്ചൊരു കോമ്പിനേഷൻ വേറെ ഉണ്ടോ? അപ്പോഴേ നമുക്ക് കറിയൊക്കെ തയ്യാറാക്കി ഭക്ഷണം കഴിക്കാം. രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം, അതായത് നമ്മുടെ കാപ്പിക്കുടിക്ക് ശേഷം ഉച്ചക്കത്തെ ഊണിനുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നു. ആദ്യം തന്നെ കഞ്ഞിക്ക് വെള്ളം അടുപ്പിലേക്ക് വെച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ തുടർച്ചയായ മഴ കാരണം വിറകൊക്കെ നല്ല നനവാണ്. അടുപ്പിൽ തീ കത്തിക്കാൻ നല്ലതായിട്ട് വിടുന്നുണ്ട്. അതുകൊണ്ട് വിറകൊക്കെ ഉണങ്ങാൻ പാതകത്തിലും അടുപ്പിലും ഒക്കെ ചാരി വെച്ച് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇനിയും ചോറിന് വേണ്ടി ഒരു കറി തയ്യാറാക്കണമല്ലോ. അപ്പോഴൊരു ചെറിയ മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. അതും അങ്ങ് കറിക്ക് ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം കറി വയ്ക്കാനായിട്ട് നമ്മുടെ കലത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. തീ കത്തിക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും അടുപ്പിലെ പാചകത്തിന് പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ മത്തങ്ങാക്കറിക്ക് വേണ്ടി മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് കലത്തിലോട്ട് വെള്ളവും ഒഴിച്ച് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേകാനായിട്ടാണ് ഞാൻ വെച്ചത്. പിന്നെ ഇതിന് അരപ്പ് തയ്യാറാക്കുന്നത് ഞാനിങ്ങനെയാണ്. തേങ്ങായും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നല്ല മഷി രൂപത്തിൽ അരച്ച് വെന്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങളിലേക്ക് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് പിന്നെ കടുക് വറുത്ത് എടുക്കുകയാണ് പതിവ്. ഇപ്പോഴേ ഇതിനെ അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ ഇനിയും തിരുമ്മിയെടുക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ മത്തങ്ങ ഇവിടെ ഇരുന്ന് വേകട്ടെ. ഇപ്പോഴും നമ്മുടെ മത്തങ്ങയെല്ലാം വെന്ത് റെഡിയാക്കി ഞാൻ കടുക് വറുത്തും ഇട്ടു. അപ്പോഴേ മത്തങ്ങയുടെ ലാസ്റ്റ് സീൻ ഇതാ കണ്ടു. ഇപ്പോഴേ നമ്മുടെ കറി വെള്ളം പോലാക്കി ഞാനിങ്ങെടുത്തു. അടുത്തതായി നല്ല നാടൻ കപ്പ വേവിക്കാം. കപ്പയൊക്കെ കഴുകി വേവാനായിട്ട് അടുപ്പിലേക്ക് വയ്ക്കാൻ ഇതൊന്ന് പൊളിച്ചെടുത്ത് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് പൊളിച്ച് അരിഞ്ഞെടുക്കാം. കപ്പ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പടിക്കക്കൂടെ മീൻ കൊണ്ടുപോയിരുന്നു. മഴയൊക്കെ ആണെങ്കിലും മീനാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ഇതുവഴിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴേ അതേൽ കിളിമീനാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ കിളിമീനെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും മീൻ വെട്ടി വൃത്തിയാക്കി നല്ല കുടംപുളിയിട്ട് എരിവുള്ള നാടൻ കറി വെച്ചു. ഈ സമയം കപ്പയും വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഊറ്റിയിട്ട് അതിന് അരച്ചിട്ടിളക്കിയെടുത്തു. ചൂട് കപ്പയും കൂട്ടി ഈ മീൻ കറി കൂട്ടിയുള്ള ഈ കഴിപ്പുണ്ടല്ലോ, ആഹാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മഴയുള്ള ദിവസത്തെ ഈ കപ്പ വേവിച്ചതും മീൻ കറിയും അടിപൊളിയല്ലേ. അപ്പോഴിപ്പോഴേ കപ്പ തിന്നാനായിട്ട് പ്ലേറ്റൊക്കെ കഴുകി വെച്ച് മീൻ കറി വറ്റാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം മീൻ കറി വറ്റിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി വെച്ചു. അപ്പോഴേ ഇനിയും ഇതേ സ്വല്പം കഴിച്ചിട്ട് വേണം എനിക്ക് ഇച്ചിരി സാധനങ്ങൾ മേടിക്കാൻ കടയിൽ പോകേണ്ടതുണ്ട്. മഴയായിരുന്നു കൂട്ടുകാരെ, ഇന്നും ഇവിടെ മഴയായിരുന്നു. അപ്പോഴേ ഞാൻ ജംഗ്ഷനിലോട്ട് പോവുകയാണ്. കടയിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കണം, അതിന് പോവുകയാണ്. ഇപ്പോഴും മഴയില്ല. ഇപ്പം കുടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ജംഗ്ഷനിലോട്ട് പോവുകയാണ്.
കണ്ടോ പനിക്കൂർക്ക ഇഷ്ടം പോലെ ഉണ്ട്. റോഡറമ്പി നിൽക്കുന്ന ചീരച്ചേമ്പ് കണ്ടോ, നല്ല ആക്കത്തിനാണ് ചീരച്ചേമ്പ് വളരുന്നത്. ഇത് കണ്ടോ വെള്ളപ്പൂക്കളുള്ള, ഇത് വേനപ്പോച്ചയെന്ന് ഇവിടെ പറയും. ഇത് എന്തോ മരുന്നാണ്, അതെന്തോ മരുന്നാണെന്ന് എനിക്കറിയില്ല. ഇത് മരുന്നാണ്. നല്ല രസമല്ലേ വെള്ളപ്പൂക്കളുമായിട്ട് നിൽക്കുന്നത്. എന്തിൻ്റെയോ ഈ മരുന്നാണിത്. എല്ലാവരും വിശ്വസിക്കുന്ന കസ്തൂരി മഞ്ഞൾ ഇതാ ഉണ്ടോ നിൽക്കുന്നത്. റോഡിൻ്റെ സൈഡിൽ നട്ടതുപോലെ നിൽക്കുകയാണ്. ഇത് കസ്തൂരി മഞ്ഞളല്ല, ഇത് ചുവന്ന ചണ്ണയാണ്. വാഴത്തോപ്പ് നല്ല ഭംഗിയല്ലേ കാണാൻ. മണിപ്ലാന്റ് കണ്ടോ ഒരു മരത്തെ തൂങ്ങിക്കിടക്കുന്നു. ഒരുപാട് വഴിയറമ്പിൽ തൂങ്ങിക്കിടക്കുകയാണ്. നല്ല പൂക്കളാണല്ലേ. കൈത്തോടുകൾക്ക് വരെ ജീവൻ വെച്ചു. ഇത് വലിയ വെള്ളമാകുമ്പോൾ ഇങ്ങോട്ട് കവിഞ്ഞിട്ട് റോഡ് മൊത്തം ഒഴുകും. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ജംഗ്ഷനിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോഴേ ഇനിയും ചായ അനത്താൻ പോവുകയാണ്. ഇന്ന് കവർ പാലാണ് കിട്ടിയത്. അപ്പം ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോഴേ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോയേക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കണം എന്താണെന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും ഒന്നിക്കാം. ബൈ. താങ്ക് യു.